പീരിയഡ് ഡേയ്സിൽ അൺബിയറബിൾ ആയിട്ടുള്ള പെയിനൊക്കെ കാരണം നമുക്ക് രാവിലെ എണീക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണല്ലേ. അപ്പം ഞാൻ യൂഷ്വൽ ഡേയ്സിൽ വളരെ നേരത്തെയാണ് എണീക്കുന്നത്. പക്ഷേ ഈ ഒരു ഡേയ്സിൽ എനിക്ക് യൂഷ്വലി നേരത്തെ എണീക്കാൻ പറ്റാറില്ല. ഈ ഒരു പെയിനും കാര്യങ്ങളൊക്കെ കാരണമാണ്. സോ എൻ്റെ പീരിയഡ് ഡേയിൽ ഞാൻ ആദ്യം ചെയ്യുന്നത് നല്ല ഡേ ആയിരിക്കണമെന്നും പെയിനൊക്കെ കുറവായിരിക്കണമെന്നൊക്കെ പ്രാർത്ഥിച്ചിട്ട് ബെഡ്ഷീറ്റൊക്കെ മടക്കി വയ്ക്കും. അപ്പോൾ ബെഡ് നല്ല ക്ലീനായിട്ട് കിടക്കുമ്പോൾ തന്നെ മനസ്സിന് പകുതി ആശ്വാസം കിട്ടും. പിന്നെ പീരിയഡ് ഡേയ്സിൽ ഞാൻ മസ്റ്റായിട്ടും വിട്ടുപോകാതെ ചെയ്യുന്ന കാര്യമാണ് മെഡിറ്റേഷൻ ആൻഡ് ബ്രീത്തിങ് എക്സസൈസ്. മെഡിറ്റേറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ മൂഡ് സ്വിങ്സും കാര്യങ്ങളും ഒക്കെ കൺട്രോൾഡ് ആവും, മൂഡ്സ് ഒക്കെ ലിഫ്റ്റ് ആവും. പിന്നെ ബ്രീത്തിങ് എക്സസൈസിന് ഒത്തിരി ഗുണങ്ങളുണ്ട്. സോ ഇങ്ങനെയാണ് ഞാൻ എൻ്റെ പീരിയഡ് ഡേ തുടങ്ങുന്നത്. വാട്ട് ഐ ഡു ഓൺ എ പീരിയഡ് ഡേ അല്ലെങ്കിൽ പീരിയഡ് ഡേ ഇൻ മൈ ലൈഫ്, അതാണ് ഇന്നത്തെ കോണ്ടന്റ്. എന്തൊക്കെയാണ് ഞാൻ ചെയ്യുന്നതും എന്തൊക്കെ ഹൈജീനിക് ആയിട്ടുള്ള കാര്യങ്ങൾ, അഡ്വൈസസ്, പിന്നെ ഞാൻ എങ്ങനെ ഈ ദിവസത്തെ പ്രൊഡക്റ്റീവ് ആക്കുന്നു എന്നൊക്കെയാണ് നിങ്ങൾ ഇന്ന് കാണാൻ പോകുന്നത്. സോ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാണെന്ന് വിചാരിക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ലെറ്റ്സ് ഗോ ടു ദ വീഡിയോ. സോ ഇനി മോർണിംഗ് റുട്ടീൻസ് ആണ്. അപ്പോൾ ഞാൻ ഫുൾ മോർണിംഗ് റുട്ടീൻസ് ഒന്നും നമ്മൾ മുമ്പേ ചെയ്ത വീഡിയോസിൽ പോലെ ചെയ്യാറില്ല. ജസ്റ്റ് ഒന്ന് എന്തൊക്കെയാണ് ചെയ്യുന്നത് കാണിക്കാം. ആൻഡ് പിന്നെ നിങ്ങൾ വിചാരിക്കും ഞാൻ എന്തുകൊണ്ടായിരിക്കും പീരിയഡ്സിന് ഇവർക്ക് എന്താ വട്ടാണോ, പീരിയഡ്സിന് എന്തിനാ ഈ വൈറ്റ് ഡ്രസ്സ് ഇട്ടേക്കുന്നതെന്ന്. അതിനൊരൊറ്റൊരു റീസണേ ഉള്ളൂ. അത് പ്ലഷ് ആണ്. പ്ലഷിന്റെ പാഡ്സ് ആണ്, സാനിറ്ററി പാഡ്സ് ആണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ലീക്കേജിന്റെ കാര്യത്തിൽ 100% പക്കയാണ്. അപ്പോൾ ഒരു തരത്തിലുള്ള ലീക്കേജും ഇല്ല കേട്ടോ. ഇതാണ് പാഡ്. സോ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വൈറ്റ് ബെഡ്ഷീറ്റും കാര്യങ്ങളും ഒക്കെ ആയിരുന്നു. പീരിയഡ് ടൈമിൽ ആക്ച്വലി യൂഷ്വലി എനിക്ക് സ്റ്റെയിൻസിൻ്റെ കാര്യത്തിൽ ഈ ഒരു പാഡ് ഞാൻ കുറച്ച് നാളായി യൂസ് ചെയ്യുന്നു. അപ്പോൾ ഈ ഒരു പാഡ്സ് യൂസ് ചെയ്തതിന് ശേഷം എനിക്ക് ആ ഒരു കാര്യത്തിൽ പേടിയേ ഇല്ല. കാരണം ഒരു തരത്തിലുള്ള ലീക്കേജോ കാര്യങ്ങളോ ഒന്നും വരാറില്ല. 100% ലീക്കേജ് പ്രൊട്ടക്ഷൻ തരുന്ന ഒരു പാഡാണ്. പിന്നെ പീരിയഡ് ടൈമിലുള്ള മെയിൻ വിനോദം അറിയാലോ, ക്രേവിങ്സ് ആൻഡ് ഫുഡ് അടി. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു കാര്യമാണ് പിടിയും കോഴിയും. അപ്പോൾ അമ്മ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് അതായിരുന്നു ഉണ്ടാക്കിയത്. സോ മോർണിംഗ് റുട്ടീനൊക്കെ കഴിഞ്ഞു. ജസ്റ്റ് ഒന്ന് കണ്ണൊക്കെ എഴുതി ലിപ്സ്റ്റിക് ഒക്കെ ഇട്ട്, കാരണം ഞാൻ സ്വീറ്റ്സ് വാങ്ങാൻ പുറത്തു പോവാണ്. ഈ പീരിയഡ്സ് ടൈമിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യമാണ് ചോക്ലേറ്റ്സും അതേപോലെ സ്വീറ്റ്സ്. ടോക്കിംഗ് അബൌട്ട് ഗുഡ് തിങ്സ് ഓൺ പീരിയഡ്സ് ആൻഡ് ബാഡ് തിങ്സ് ഓൺ പീരിയഡ്സ് എന്ന് പറയുമ്പോഴത്തേക്ക് ദ വേഴ്സ്റ്റ് തിങ് എന്ന് പറയുന്നത് റാഷസ് ആണല്ലേ. എനിക്ക് റാഷസ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്യൂ ആയിരുന്നു കേട്ടോ. ഒരു 3 months മുമ്പ് വരെ. അത് മാത്രം മതി നമ്മുടെ ആ പീരിയഡ് ഡേയ്സ് കംപ്ലീറ്റ് കുളമാവാൻ വേണ്ടിയിട്ട്. പക്ഷെ ഞാൻ പറഞ്ഞില്ലേ, ഈ പ്ലഷിന്റെ ലീക്കേജ് പ്രൊട്ടക്ഷൻ ഫീച്ചർ അല്ലാണ്ട് ഈ പ്ലഷിന് ഒത്തിരി അധികം ഫീച്ചേഴ്സ് ഉണ്ട്. അതിൽ ഏറ്റവും എസ്പെഷ്യലി എടുത്ത് പറയേണ്ടതാണ് 100% റാഷ് ഫ്രീ ആയിട്ടുള്ള പാഡ്സ്. മാർക്കറ്റിലൊക്കെ കിട്ടുന്ന ടോക്സിൻ കണ്ടെയ്ൻഡ് ആയിട്ടുള്ള പാഡ്സിൽ നിന്നൊക്കെ വളരെ ഡിഫറെന്റ് ആയിട്ടുള്ള 100% കോട്ടൺ പാഡ്സ് ആണ്. US കോട്ടൺ പാഡാണ് പ്ലഷിൻ്റെത്. അപ്പോൾ ഈ ഒരു 3 months ആയിട്ട് ഇത് യൂസ് ചെയ്തതിന് ശേഷം എനിക്ക് ഒത്തിരി വ്യത്യാസമുണ്ട്. ഒത്തിരി വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന ലീക്കേജും റാഷും ആണ് ഇതിന്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫീച്ചർ. ഞാൻ യൂസ് ചെയ്ത് എനിക്ക് ഒത്തിരി ഇഷ്ടമായിട്ടുള്ള പാഡാണ്. സോ എൻ്റെ ഫീമെയിൽ ഓഡിയൻസിന് ഞാൻ മസ്റ്റായിട്ട് സജസ്റ്റ് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് പ്ലഷിന്റെ സാനിറ്ററി പാഡ്. ഓൾസോ ഇത് യൂസ് ചെയ്യാൻ കംഫർട്ടബിൾ ആയിട്ടുള്ള പാഡാണ്. കംഫർട്ടബിൾ എന്ന് പറയാൻ കാരണം ഇത് ഭയങ്കര അൾട്രാ തിൻ ആയിട്ടുള്ള പാഡ്സ് ആണ്. കണ്ടില്ലേ, ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ്, ഭയങ്കര തിന്നാണിത്. എന്നാൽ അബ്സോർബൻ്റ് ആയിട്ടുള്ള കംഫർട്ടബിൾ ആയിട്ടുള്ള പാഡാണ് ഈ ഒരു പ്ലഷിൻ്റെത്. ഇത് നമ്മുടെ പീരിയഡ്സിന്റെ കസ്റ്റമൈസ് ചെയ്തിട്ടുള്ള ഒരു പാക്കാണ് കേട്ടോ. ലൈക്ക് ഒരു 6 എക്സ്ട്രാ ലാർജ് പാഡ്സ് ആണ് വരുന്നത്. എക്സ്ട്രാ ലാർജ്, അതായത് നമ്മുടെ ഹെവി ഫ്ലോ ഡേയ്സ്, ഫസ്റ്റ് 2-3 days ആയിരിക്കും നമുക്ക് ഹെവി ഫ്ലോ വരുന്നത്. ആ ഡേയ്സിലേക്ക് വേണ്ടിയിട്ട് 6 എക്സ്ട്രാ ലാർജ് പാഡ്സും അതുപോലെ 8 ലാർജ് പാഡ്സും ആണ് വരുന്നത്. ടോട്ടൽ 14 പാഡ്. കൂടാണ്ട് 2 പാൻറ്റി ലൈനേഴ്സും ഈ പാക്കിൽ ഇൻക്ലൂഡഡ് ആണ്. ഓൾസോ ഇത് മീഡിയം ടു ഹൈ ഫ്ലോ കാറ്റഗറിക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള പാക്കാണ്. സൂപ്പർ സോഫ്റ്റ്, സൂപ്പർ തിൻ ആൻഡ് സൂപ്പർ അബ്സോർബൻറ്റ്. ആൻഡ് ഓൾസോ നമ്മുടെ ഒരു കംപ്ലീറ്റ് പീരിയഡ് സൈക്കിളിന് വേണ്ടിയിട്ട് കസ്റ്റമൈസ് ചെയ്തേക്കുന്ന ഒരു പാക്കേജ് ആണ് പ്ലഷിന്റെ സാനിറ്ററി പാഡ്. ആൻഡ് ഇതിന്റെ പ്രൈസ് വരുന്നത് 199 rupees ആണ്. ഇപ്പൊ ഈ പ്ലഷ് എന്ന് കേൾക്കുമ്പോൾ ഞാൻ ബ്ലഷ് ചെയ്യുന്നതിന്റെ കാരണം ഈ ഒരു കാരണം തന്നെയാണ്. ഇതിന്റെ മെറ്റീരിയൽസും അതേപോലെ തന്നെ ഇതിന്റെ ലീക്കേജ് ഫാക്ടേഴ്സും കംഫർട്ടബിൾ ഫാക്ടേഴ്സും പിന്നെ സോഫ്റ്റ്നെസ്സും തിന്നായിട്ടുള്ളതും ഒക്കെ കൊണ്ടും എനിക്ക് ഒത്തിരി ഇഷ്ടമാണ്. ഞാൻ നിങ്ങൾക്ക് ഉറപ്പായിട്ട് ഇത് സജസ്റ്റ് ചെയ്യുന്നു. എല്ലാവരും ഒന്ന് യൂസ് ചെയ്ത് നോക്കാം.
ഒരു മിഡ് ഡേ ആയപ്പോൾ തന്നെ എനിക്ക് പീരിയഡ് പെയിൻ സ്റ്റാർട്ടായി. അങ്ങനെ ഞാൻ ഹോട്ട് ബാഗൊക്കെ എടുത്തിട്ട് വന്ന് ഹോട്ട് വാട്ടറൊക്കെ നിറച്ച് വയറിൽ വെച്ച് സ്വസ്ഥമായിട്ട് കുറേ നേരം ഇരുന്ന് വായിച്ചു. ആ ഒരു ചൂട് വയ്ക്കുമ്പോൾ ഉള്ള ഒരു സുഖം. അത് കഴിഞ്ഞിട്ട് ഞാൻ കുറച്ച് റീൽസും കാര്യങ്ങളൊക്കെ എടുത്തൊന്ന് എൻ്റെ ഒരു മൂഡ്സിനെ ഞാനൊന്ന് സെറ്റാക്കി. അത് കഴിഞ്ഞ് അടുക്കള ചെന്നപ്പോഴത്തേക്ക് അമ്മ ദേ ബീഫ് ഉലർത്തിയത് ഉണ്ടാക്കുന്നു. ആ സന്തോഷത്തിൽ അവിടെ ഇരുന്ന് അമ്മ തന്ന കുറച്ച് മാങ്ങയൊക്കെ കഴിച്ച് ഫുഡിന് വേണ്ടിയിട്ട് കുറേ നേരം വെയിറ്റ് ചെയ്തു. അത് കഴിഞ്ഞ് എൻ്റെ ഫേവറേറ്റ് സീരീസൊക്കെ ഞാൻ ടി വിയിൽ കണ്ടു. പിന്നെ പീരിയഡ് ടൈമിൽ ഏറ്റവും വലിയ ഒരു ശല്യമാണ് ഈ നമ്മുടെ ഫേസിലുണ്ടാകുന്ന ഓയിലും അതേപോലെ സ്വെറ്റും കാര്യങ്ങളും. ചൂടത്ത് പിന്നെ പറയേണ്ട കാര്യമില്ലല്ലോ. അങ്ങനെ തിരിച്ചു വന്ന് ഞാൻ കുറച്ച് ആനിമയൊക്കെ കണ്ടുകൊണ്ടിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇതൊക്കെ കാണുന്നത്. ഒന്നും മനസ്സിലാവത്തില്ല, എന്നാലും ഞാനിരുന്ന് കാണാറുണ്ട്. പിന്നെ ഈ ഒരു ടൈമിലാണല്ലോ റെസ്റ്റ് പ്രോപ്പറായിട്ട് കിട്ടുന്നത്. അപ്പോൾ ഞാൻ ഈ ബുക്സൊക്കെ മാക്സിമം വായിച്ച് തീർക്കാൻ ശ്രമിക്കും. ആ ഒരു ടൈമിൽ ഞാൻ ഏകദേശം ഈ ഒരു ബുക്ക് കംപ്ലീറ്റ് ആക്കി കേട്ടോ. പീരിയഡ് ടൈമിൽ ഞാൻ എത്രയൊക്കെ പെയിനാണെങ്കിലും ചെയ്യുന്ന കുറച്ച് സ്ട്രെച്ചസ് ഉണ്ട്. അപ്പോൾ അത് ചെയ്യുമ്പോഴത്തേക്കും എനിക്ക് നല്ല രീതിയിൽ പെയിനൊക്കെ കുറച്ചൊക്കെ റിലീവ് ആവും. അയ്യോ, അങ്ങനെ ഫൈനലി ആ ഒരു എന്തോ എനർജി തിരിച്ചു കിട്ടിയ ഒരു ഫീലിംഗ് ആണ്. നല്ല ആശ്വാസം തോന്നുന്നു, ഭയങ്കര ആശ്വാസം തോന്നുന്നു. ഇനി പുറത്ത് പോയി എനിക്ക് കുറച്ച് സ്വീറ്റ്സ് കഴിക്കാൻ ഭയങ്കര ക്രേവിങ്സ്. ഡോണറ്റ് ഇവിടെ ഒരു നല്ലൊരു കടയുണ്ട് കോട്ടയത്ത്, അവിടുന്ന് ഡോണറ്റ് വാങ്ങാൻ പോവാണ് ഞാൻ. സോ ഇവിടെ അടുത്തൊരു ഭയങ്കര ഒരു എസ്തെറ്റിക് ആയിട്ടുള്ളൊരു കഫേ ഉണ്ട് കേട്ടോ. നല്ല ചോക്ലേറ്റ്സും സ്വീറ്റ്സും ഒക്കെ അവൈലബിൾ ആയിട്ടുള്ള. എനിക്ക് അവിടുത്തെ ഡോണറ്റ്സ് ആയിരുന്നു ഇഷ്ടം. അങ്ങനെ ഞാൻ അവിടെ ചെന്ന് കേക്ക്സ് ആണ് അവരുടെ ഏറ്റവും വലിയ സ്പെഷ്യാലിറ്റി. അങ്ങനെ ഞാൻ അവിടെ ചെന്ന് നോക്കിയപ്പോഴത്തേക്കും ഡോണറ്റ് തീർന്നു ഗൈസ്. അങ്ങനെ ഞാൻ വിചാരിച്ചു ഒരു ഹോട്ട് ചോക്ലേറ്റ് കുടിക്കാം. ഇപ്പം ഹോട്ടായിട്ട് കുടിക്കുമ്പോഴാണല്ലോ നമുക്ക് പെയിനൊക്കെ റിലീവ് ആവുന്നത്. സോ ഹോട്ട് ചോക്ലേറ്റ് ഞാൻ ഓർഡർ ചെയ്തു. ഞാൻ ഒറ്റയ്ക്ക് വരുന്ന ഹോട്ട് ചോക്ലേറ്റ് കുടിക്കുന്നത് കണ്ടിട്ട് അവിടെ അവരെനിക്കൊരു ഫ്രീ കുക്കി തന്നു കേട്ടോ. കുക്കിയൊന്നും ഞാനങ്ങനെ കഴിക്കുന്ന ഒരാളല്ല, എനിക്ക് ഇഷ്ടമുള്ള ഒരാളല്ല. ഭയങ്കര കാം ആൻഡ് പീസ്ഫുൾ ആയിരുന്നു അവിടെ ചെന്നപ്പോഴത്തേക്കും. വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല, യൂഷ്വലി തിരക്കുള്ള സ്ഥലമാണ്. അങ്ങനെ ഞാൻ കുക്കിയും ഹോട്ട് ചോക്ലേറ്റൊക്കെ കഴിച്ച് എൻ്റെ ഡേ വെൽ സ്പെൻഡ് എന്ന് എനിക്ക് തോന്നി. അപ്പം നിങ്ങൾക്ക് എന്ത് തോന്നുന്നു നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. പുതിയൊരു വീഡിയോ ആയിട്ട് ഉറപ്പായിട്ടും ഉടനെ വരുന്നതായിരിക്കും. ടിൽ ദെൻ സീ യു, ടാറ്റ, ബൈ ബൈ.